വിജ്ഞാൻ ഭാരതിക്ക് കീഴിലുള്ള സയൻസ് ഇന്ത്യ ഫോറം UAE സംഘടിപ്പിക്കുന്ന ചിൽഡ്രൻസ് ഇന്നൊവേഷൻ ഫെസ്റ്റിവലിന് ദുബായിൽ തുടക്കമായി. CBSE സ്കൂളുകളിൽ പഠിക്കുന്ന 2000-ലേറെ കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ദുബായ് പേൾ വിസ്ഡം സ്കൂളിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നടക്കുന്നത്. വിജ്ഞാൻ ഭാരതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സയൻസ് ഇന്ത്യ ഫോറത്തിന്റെ UAE ഘടകമാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ ചിൽഡ്രൻസ് ഇന്നോവേഷൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. UAE-യിലെ CBSE സിലബസ് പിന്തുടരുന്ന 86 സ്കൂളുകളിൽ നിന്നായി 2000-ലേറെ കുട്ടികൾ 2 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യത്തിനും ക്ഷേമത്തിനുമായി നമ്മുടെ ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കുക എന്ന പ്രമേയത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വ്യത്യസ്തമായ പ്രൊജക്ടുകളാണ് ഇത്തവണത്തെ പ്രത്യേകത. സയൻസ് കിറ്റ്, കളറിംഗ് മത്സരം, ഹ്രസ്വചിത്ര പ്രദർശനം, അധ്യാപകർക്കുള്ള ശില്പശാല, സയൻസ് വർക്ക്ഷോപ്പ്, കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്നിവയൊക്കെ മേളയുടെ ഭാഗമായി നടക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെയും സ്കൂളുകളുടെയും പങ്കാളിത്തത്തിൽ ഗണ്യമായ വർധനവ് ഇത്തവണയുണ്ടെന്ന് ചിൽഡ്രൻസ് ഇന്നോവേഷൻ ഫെസ്റ്റിവലിന്റെ കോർഡിനേറ്റർ സ്മിത വിനോദ് പറഞ്ഞു. എൻവയൺമെന്റും സസ്റ്റൈനബിലിറ്റിയും ഇതെല്ലാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള തീംസ്. 85ഓളം സ്കൂൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം 2000 കുട്ടികളുടെ മുകളിലുണ്ട്. എല്ലാ എമിറേറ്റ്സ് നിന്നും ഇക്കൊല്ലം പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാനും ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാനും പ്രേരിപ്പിക്കുന്നതിനായാണ് ഇത്തരം മേളകൾ സയൻസ് ഇന്ത്യ ഫോറം സംഘടിപ്പിക്കുന്നതെന്ന് UAE ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കൃഷ്ണൻ പറഞ്ഞു. ഈ ഇന്നോവേഷൻ ഫെസ്റ്റിവൽ കൊണ്ട് നമ്മൾ പറയുന്നത് സയൻസ് മാത്രമല്ല, there is other scopes for children also. Children should choose their career according to their passion, not because somebody forces you to do that. You need a holistic approach to nation building. Adil we feel that we are making a change in the minds of children. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ സാമ്പത്തിക, വ്യാപാര, വാണിജ്യ, വിദ്യാഭ്യാസ വിഭാഗം കോൺസുൽ BG കൃഷ്ണൻ, സയൻസ് ഇന്ത്യ ഫോറം UAE ചാപ്റ്റർ പേട്രൺ ഡോക്ടർ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, CBSE UAE ഡയറക്ടർ ഡോക്ടർ രാംശങ്കർ, സയൻസ് ഇന്ത്യ ഫോറം UAE ജനറൽ സെക്രട്ടറി ഡോക്ടർ സുഭാഷ് നായർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ദുബായ്.